ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാല് എന്നോട് ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. മുൾമുൾ സാരി ഹോൾ ചെയ്യുമോ എന്ന് ചോദിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് എടുത്ത് പറയാനുള്ളതാണെങ്കിലും ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ ഒരു തവണ ലൈവ് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചതാണ് കേട്ടോ, മുൾമുൾ സാരി വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പൊ എന്റെ കയ്യിൽ ഒന്നോ രണ്ടോ സാരി ഇരിപ്പുണ്ടായിരുന്നു, മുൾമുൾ സാരി വന്നിട്ട്. അപ്പൊ ഞാൻ അത് ഓക്കെ, ഞാൻ മീഷോയില് ഞാൻ ഓർഡർ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഏകദേശം ഒരു 2 ആഴ്ചയോളം ആയി കേട്ടോ. അപ്പൊ എനിക്ക് ഇനിയും 2 സാരി ഇനി 2 സാരി എനിക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകം ഈ സമയത്ത് എടുത്ത് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇനിയിപ്പോ സാരി വാങ്ങിയിട്ട് ഇപ്പൊ റിട്ടേൺ വേണ്ടി വന്നാല് നമുക്ക് ആ ഒരു സാരി കാത്തിരിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ റിട്ടേൺ പീരീഡ് കഴിഞ്ഞു പോകും. ഇപ്പൊ എനിക്ക് എന്തായാലും വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് 2 സാരി ഞാൻ ഓർഡർ ചെയ്തതിൽ എനിക്ക് 3 സാരി വന്നിട്ടുള്ളൂ കേട്ടോ. ഇനിയും 2 സാരി എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂടുതലായിട്ട് ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാരിയിലേക്ക് പെട്ടെന്ന് കിടക്കാം. എന്തെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഫസ്റ്റിലത്തെ സാരി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഇതാണ് കേട്ടോ, ഈ ഒരു സാരിയാണ്. ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പിക്ക് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, എനിക്ക് കിട്ടിയത് എന്താണ് എന്നുള്ള, കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് ലൈവായി കാണുന്നുണ്ടാവും. അപ്പം ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ക് കണ്ടാണ് കേട്ടോ. ഈ ഒരു പിക്ക് കണ്ട് വാങ്ങിയതാ. പക്ഷേ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാലും ഇതെന്താണിത്, എനിക്ക് പണ്ട് അമ്മമാരൊക്കെ വീട്ടിൽ കൊടുക്കുന്ന ടൈപ്പ് സാരി പോലെ കേട്ടോ തോന്നി. ഒട്ടും ക്വാളിറ്റി ഇല്ല, സത്യം പറഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ല. തീരെ ഇങ്ങനെ പഴഞ്ചൻ തുണി പോലെ കേട്ടോ. ഇവിടെ കണ്ട നല്ല ഡാർക്ക് ഒന്നുമില്ല, ഒരു നരച്ചിട്ട് ഉള്ള ഒരു അങ്ങനത്തെ ഒരു സാരിയാണ്. കാണുമ്പോൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സാരിയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ നേരിട്ട് കിട്ടുമ്പോൾ കണ്ടു നിങ്ങൾക്ക് കാണാതിരിക്കും, അത് കാണുമ്പോൾ അറിയായിരിക്കും. ഈ ഒരു ടൈപ്പാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു സാരിയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ അനിയത്തി വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ. പക്ഷെ എനിക്ക് ക്വാളിറ്റി വൈസ് ഇഷ്ടമല്ല കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും വളരെ തിന്നാണ്. ഞാൻ ഉദ്ദേശിച്ചതേ അല്ല, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. തുണിയാണെങ്കിൽ കൂടിയും ഒരു സുഖമില്ല, ഒരു പടപടപ്പോ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മ കേട്ടോ. അതൊക്കെ പോട്ടെ, അതിൻ്റെ കൂടെ എനിക്ക് വിത്ത് ബ്ലൗസ് കിട്ടി. വിത്ത് ബ്ലൗസ് കണ്ടാലോ ഓടും. ഇതാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്നേ. അയ്യോ ഒന്നും പറയണ്ട, എന്താണ് ഒരു ബന്ധവും ഇല്ലാത്തതാണൊക്കെ എനിക്ക് തോന്നി. കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കണ്ടോ ഇവിടെ കണ്ടോ, ഒരു എൻ്റെ മുന്താണിയാണ് കേട്ടോ ഈ വരുന്നത്. മുന്താണിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത എന്തൊക്കെയോ ഒരു അപാകത പോലെ കേട്ടോ. എനിക്കിങ്ങനെ മുൾ സാരി എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഇത് എൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 500 സംതിങ് ആണ് കേട്ടോ. അത്രയും നമുക്ക് മീഷോയിൽ തന്നെ നല്ലൊരു സാരി ആ ഒരു റേറ്റിന് കിട്ടും. ഇത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ, തീരെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കാം, പെട്ടെന്ന് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം, പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റിട്ടേൺ കൊടുക്കുന്ന ആ പുള്ളിക്കാരൻ ഉടനെ വരും. അപ്പോൾ ആൾ വരുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് റിട്ടേൺ കൊടുക്കേണ്ടതാണ്. അതാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത്. അതാണ് കേട്ടോ ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ലെങ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സാരിയിലേക്ക് കിടക്കാം. അടുത്ത സാരി എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ലൈവ് പോയായിരുന്നു കഴിഞ്ഞ വീക്കിൽ ഒരു ലൈവ് പോയപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാരിയാണ് കണ്ടോ. ഈ ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ സാരിയാട്ടോ, നല്ല ഭംഗിയാണ്. ഉടുക്കുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇത് പണ്ടത്തെ മോഡലാണ്, പണ്ട് അമ്മമാർക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ഈ ഒരു മോഡലെന്ന് പറയുമ്പോഴത്തേക്ക്. പണ്ടത്തെ ആ ഒരു ഡിസൈൻ വരുന്നതാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. ഇത് വിത്ത് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസ് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല, നോർമലാണ് കേട്ടോ. ഇതാ വരുന്നത്. അതിൻ്റെ ഒരു ബ്ലാക്ക് തന്നെ വേറൊരു ടൈപ്പ് ബ്ലാക്കാണ് വരുന്നത്. പക്ഷേ സാരി വൈസ് ആണെങ്കിൽ അടിപൊളി സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഉടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉടുക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മെറ്റീരിയലാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അതാണ്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ലെങ്ത് വൈസ് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഉടുക്കുമ്പോഴത്തേക്കാണ് കേട്ടോ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നന്നായിട്ട് ഭംഗി അതിൻ്റെ അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു അടിപൊളി സാരിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ് കോട്ടൺ ഓവറായിട്ടൊന്നും പറയാനില്ല. ഇതിൻ്റെ റേറ്റും വരുമ്പോഴത്തേക്ക് 500 സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ അടിപൊളി സാരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മെറ്റീരിയൽ. നമ്മൾ ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. നമ്മൾ ഈ ഒരു സീസണിൽ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതാണ് കേട്ടോ, ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഒരു പഴംതുണി കണക്ക് ഇരിക്കുന്നല്ലേ, ഞാനത് ഉടുത്ത് നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഈ ഒരു സാരി.
നല്ല സാരിയാണ്. ഞാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ വന്ന ഫ്രഷ് ആയിട്ട് വന്ന ഒരു സാരിയാണ് കേട്ടോ. യെല്ലോ കളർ കൈൻഡ് ഓഫ് ഒരു മുഴുമുൾ സാരി. ഈ ഒരു സാരിയാണ് കേട്ടോ, ഇപ്പൊ വന്നതാണ്. ഞാൻ ഒന്നും നിവർത്തി നോക്കിയിട്ടില്ല. ഈ ഒരു സാരിയാണ്. നമുക്കൊരു വൈറ്റ് കളർ ഒരു ബ്ലൗസോ ടോപ്പോ അങ്ങനെ വെച്ചിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നു. ഈ ഒരു സാരിയാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് എനിക്ക് പറയാനാണെങ്കിൽ അത്യാവശ്യം ട്രാൻസ്പാരന്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഇതാണ്, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ മുൾമുൾ സാരി എന്ന് പറയുന്നത് പണ്ട് അമ്മമാര് വീട്ടിലൊക്കെ കൊടുക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഈ സാരി കാണുമ്പോൾ തോന്നുന്നത്. ഈ ചില ടൈപ്പ് സാരികൾ കാണുമ്പോഴത്തേക്കാണ് കേട്ടോ, ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് അമ്മമാരൊക്കെ വീട്ടിലൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടൈപ്പ് സാരി. കാരണം ചൂടൊന്നും എടുക്കത്തില്ല, നല്ല സുഖമാണ്, നല്ല കട്ടിയില്ലാണ്ട് അങ്ങനെ അതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ തിക്നെസ് ഒട്ടുമില്ലല്ലോ, നല്ല നൈസായിട്ട് കിടക്കും, ചൂടോ കാര്യങ്ങളോ ഇല്ല. ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഈ സാരി പൊതുവെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു യെല്ലോ കളർ നല്ലൊരു അടിപൊളി സാരി കേട്ടോ. മെറ്റീരിയലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അത്യാവശ്യം ചെറിയ രീതിയിൽ ട്രാൻസ്പെറന്റ് തന്നെ പറയുള്ളൂ. ചിലപ്പോൾ കഴുകുമ്പോഴത്തേക്ക് അടുത്ത് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കൊള്ളാം കേട്ടോ. ഉടുക്കുമ്പോഴത്തേക്ക് നല്ല സിമ്പിളായിട്ട് ഓവറായിട്ട് ഒന്നും എടുത്തിടാണ്ട് സിമ്പിളായിട്ടൊക്കെ ഉടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, നല്ല സുഖമുണ്ട് കേട്ടോ. മെറ്റീരിയലൊക്കെ നല്ല സുഖമുണ്ട്. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 500 സംതിങ്ങേ ഉള്ളൂ. ആ ഒരു റേറ്റിന് വേർത്താണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഫുൾ ഡിസൈൻ ഇങ്ങനെയാ വരുന്നേ. ബാക്കി എങ്ങനെയാ, വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്ക് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് ഒന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റിലത്തെ സാരി എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ ഒരു സാരിയാണേ, കണ്ടോ, ഈ ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് യെല്ലോ സാരി. അപ്പൊ നമുക്ക് അടുത്തത് കാണാം. അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോ എടുത്തതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള 2-3 സാരി വന്നിട്ടില്ല എന്ന്. അപ്പോൾ അതിലെ ഒരു സാരി എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ അപ്പം ആയിട്ടില്ല, അപ്പോൾ അതിന് മുന്നേ ഇതും കൂടി ആഡ് ചെയ്തിട്ട് അപ്പം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിനായിരുന്നാലും എനിക്കായിരുന്നാലും ഡ്രസ്സ് ഏകദേശം അതിനെ കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. കമ്മലിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ ഉടായ്പ പരിപാടിയൊന്നും കാണിച്ചില്ല. ഞാനിങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ നല്ല കുട്ടി ഞാൻ കേട്ടോ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. എങ്ങനെയെന്ന് അറിയത്തില്ല. നമുക്കിത് ഒന്നിച്ച് ഓപ്പൺ ചെയ്യാം. കൊള്ളാവുന്നൊന്നും അറിയത്തില്ല. നമ്മളെപ്പോലും ഞാനും എക്സൈറ്റഡ് ആണ്. നല്ല കളറല്ലേ, ബ്യൂട്ടിഫുൾ കളറാ. അവരുടെ ഇൻസ്റ്റാ പേജാണേ, പിക്സിറ്റി ട്രേഡ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജാണ് കേട്ടോ അവരുടേത്. അതിൻ്റെതാ കൊടുത്തേക്കുന്നത്. കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. ബ്ലൗസൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാ. ബ്ലൗസ് നല്ല കളറല്ലേ. സാധാരണ വരുന്നതന്നെ അത്ര ക്വാളിറ്റി. ഞാൻ കുറച്ച് മുന്നേ കാണിച്ചതിൻ്റെയൊക്കെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, ബ്ലൗസ് ഞാൻ തയ്ക്കത്തില്ല എന്നൊക്കെ. നല്ല റെഡ് കളർ കേട്ടോ, നല്ലൊരു റെഡ് കളറ്. എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും നാൾ വന്നതിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബ്ലൗസ്. നല്ലൊരു തുണി, കോട്ടൺ മെറ്റീരിയലാണ്. അത്യാവശ്യം നെല്ലടിക്കുമെങ്കിൽ കൂടിയും നല്ലൊരു തുണിയായിട്ട്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ സാധാരണ ഇങ്ങനെ വരാറില്ല, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കണ്ടോ, നല്ലൊരു മെറ്റീരിയൽ കേട്ടോ. ഈ ഒരു സാരി നല്ല സാരിയാണേ, കൊള്ളാം. ഇത് റേറ്റ് വരുമ്പോഴത്തേക്ക് 500 സംതിങ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു സാരി. എനിക്കിഷ്ടമായി കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചതിനെക്കാട്ടിലും നല്ലൊരു ക്വാളിറ്റിയുള്ള സാരി കേട്ടോ. ഞാൻ എഴുന്നേറ്റ് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗി, നല്ല മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയലാണെങ്കിൽ കൂടിയും കണ്ടോ അത്യാവശ്യം തിക്കാണ്. ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാരി കേട്ടോ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ വന്നത് എനിക്കിഷ്ടപ്പെട്ടു. ബ്ലൗസ് ആണെങ്കിൽ കൂടിയും റെഡ് കളർ ബ്ലൗസ്, നല്ല ഡീപ്പ് റെഡാണ് കേട്ടോ. നല്ലൊരു റെഡ് കളർ ബ്ലൗസും സാരി അടിപൊളി. ഇഷ്ടമായി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ള് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫുള്ള് വരുന്നത് ഇങ്ങനെയാ. ഏകദേശം ആ ഒരു പിക്കിൽ കാണുന്ന ഏകദേശം ആ ഒരു ഇത് തന്നെ കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ സാരി വന്നിട്ട്. അപ്പം
പെട്ടെന്ന് ബാക്കി വീഡിയോ കൂടെ പോയി കാണണേ. അപ്പൊ നമുക്ക് അടുത്ത സാരിയിലേക്ക് കിടക്കാം. അടുത്ത സാരി എന്താന്ന് വെച്ചാല് ഞാൻ യൂഷ്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരിയാണ്. എനിക്ക് വാങ്ങിയതിൽ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് തോന്നിയ ഒരു മുഴുവൻ സാരിയാണ് കേട്ടോ. ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ നല്ല ഒരു മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ കാണിച്ചതിനെക്കാട്ടിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. ഞാനിവിടെ ഫോട്ടോ റീലൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു സാരിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്, നല്ല സുഖമാണ് ഉടുക്കുമ്പോഴത്തേക്ക്. പെട്ടെന്ന് ഉടുക്കാം. നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സാരി ഉടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ചടപടേ നമ്മളെ ചുരിദാറൊക്കെ ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് എടുത്ത് കൊടുക്കാന്ന് കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക്. നല്ലൊരു മെറ്റീരിയലാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇവിടെ ഇങ്ങനെ ഒരു സിൽവറിന്റെ ഒരു ഇതൊക്കെ വരുന്നിട്ടുള്ളത് ഇങ്ങനെ വരും. അടിപൊളി സാരിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സുഖമാണ് കേട്ടോ. ഭയങ്കര സുഖമാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിന് ഒരു കുറച്ച് റേറ്റ് ഉണ്ട്, ഒരു 800 സംതിങ് റേറ്റ് വരും. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ കൊടുക്കുന്ന കാശിന് ഭയങ്കര ഇവിടുത്തെ ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ അതിന്റെ മുന്താണിയുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ടാസിൽസ് ചെറിയൊരു രീതിയിൽ അതിങ്ങനെ വരും കേട്ടോ. അതായിരുന്നു ഈ ഒരു സാരി എന്ന് പറയുമ്പോഴത്തേക്കും. നല്ലൊരു സാരിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 സാരി കണ്ടു. അപ്പൊ ലാസ്റ്റിലെത്തത് ഇത് മുഴുവൻ സാരിയല്ല, ഒരു കോട്ടൺ കൈൻഡ് ഓഫ് സാരിയാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മീഷോന്ന് വാങ്ങിയതാ. അടിപൊളി ഒരു സാരി ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാരിയാണ് കേട്ടോ. ഒരു വയലറ്റ് കളറാണ്, ഒരു വയലറ്റ് കളർ വരുന്നത് കണ്ടോ. ഒരു വയലറ്റ് കളർ വരുന്ന ഒരു സാരിയാണ് ഇത്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അത്യാവശ്യം കാണുന്ന ഒരു ടൈപ്പ് സാരിയാണ്. ഇങ്ങനെ ഇരിക്കും. പക്ഷെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആണ്. നല്ലൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ വരുമ്പോൾ ടാസിൽസ് വരുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും കേട്ടോ ടാസിൽസ്. നല്ല സുഖമാണ് കേട്ടോ ഉടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ. നല്ലൊരു പ്രത്യേക ഒരു കളറാണ്. വൈറ്റ് കളർ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പ്രത്യേക ലുക്കാണ് സ്ലീവ്ലെസ് എന്നുമ്പോഴത്തേക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ വരുന്ന ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോർമൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 300 സംതിങ് ആണ് റേറ്റ് വരുമ്പോഴത്തേക്ക്. 300 സംതിങ് ആ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഈ ഒരു സാരി. എന്താ എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നേ. നല്ലൊരു സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ മീഷോയിലെ സാരീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 2-3 സാരിയും കൂടി ഇടണം, കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് സാരി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നിർഭാഗ്യവശാൽ എനിക്കത് വന്നില്ല. അപ്പൊ എന്താ അഥവാ വരികയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് 2-3 കൂടി ഓർഡർ ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ സാരി വിശേഷങ്ങൾ. ഇത്രയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലിങ്കോ കോഡോ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വന്നിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ബൈ.